ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്ത് മടുത്തോ? എന്നാൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തുകൊണ്ട് വാ, നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. കാർഡ്ബോർഡ് ബോക്സ് തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ബോക്സ് ഷേപ്പിലാക്കി എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊരു സ്ലോപ്പിംഗ് രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രം ടോപ്പ് ടു ബോട്ടം 6 സെൻറ്റിമീറ്റേഴ്സ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് എടുത്ത് കട്ട് ചെയ്യാം, പക്ഷേ ഒരുപാട് താഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബുക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് താഴ്ന്നിട്ടുണ്ടെങ്കിൽ ബുക്സ് സ്റ്റംബിൾ ചെയ്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. സൈഡ്സ് ഇതുപോലെ സ്ലോപ്പിംഗ് രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സൈഡ്സ് എല്ലാം കട്ടായി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ബുക്സൊക്കെ വെച്ചൊന്ന് നോക്കുക, എല്ലാ ബുക്സും ഇരിക്കുന്നുണ്ടോ, ബുക്സ് താഴെ പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുക, ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ മേടിച്ച ഒരു കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ കവറിങ് എനിക്കിതിൻ്റെ ഔട്ട്കം നല്ല ഇഷ്ടമായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഡെസ്കിന് ഒരു നല്ല മേക്ക് ഓവർ ആയിരിക്കും. And please consider subscribing. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.